ഇതെങ്ങനെ പേടാവുന്നേ? പേടായതുകൊണ്ട് വർഗീസെ, കച്ചവടമെങ്കിൽ കച്ചവടം. ആ കച്ചവടം ഇതാ ഇപ്പൊ കച്ചവടം. ഇത്ര എണ്ണം താൻ മാറ്റിയിട്ട് ഞാൻ സഹിച്ചു. അതിലിപ്പോ സഹിക്കാൻ എന്തായിരിക്കുന്നേ കുഞ്ഞെ? അതൊന്നും നാളികേരമല്ല, പിന്നെ അടക്കായിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടായാലും ഇത് ഞാൻ വഹിച്ചു തരുന്ന കരുതണ്ട. അത്രയ്ക്കങ്ങ് ആളെ വിട്ടിയാക്കാതെ എന്റെ ചേട്ടാ. ആഹാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം തിരയൊന്നുമില്ല. നോക്കട്ടെ ഞാനേ. അല്ല, ഇതിലിപ്പോ ഇത്ര അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എങ്ങനെ തിരയാണ്ടിരിക്കുന്ന നാണയത്തിന്റെ തിളക്കം കണ്ട അത് പാമേത്യത്തിലായാൽ കൂടെ അവിടെ കുത്തിയിരുന്ന് ചകഞ്ഞിട്ടുള്ള വിദ്വാന്റെ വിത്തല്ലേ? അപ്പൊ അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്തിനാ കൊടുവാള ഒന്നുകൂടെ പറയണ തന്റെ. ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ മേനൻകുട്ടിയോടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ താലിപ്പോ പറഞ്ഞോ? ഞാൻ വർഗീസ് സാബിനോടല്ലേ പറഞ്ഞത്? വർഗീസിനോട് പറഞ്ഞ അമ്മ കേക്കഞ്ഞിട്ട് ഈ റാസ്കൽ പോട്ടെ. അവൻ കള്ളും കുടിച്ചോണ്ട് എന്തെങ്കിലും ഒക്കെ പോഴത്തെ വിളിച്ച് പറയണം. മുതുക്കരെ എന്നാൽ ഇവൻ ഇത്രയ്ക്കൊക്കെ പറയാറായല്ലോ. തമ്പുരാനുള്ള കാലത്ത് ഇവൻ പൊട്ടനാണോ നാവുണ്ടോന്നൊക്കെ സംശയിച്ചിട്ടുള്ളതാ ഞാൻ. ഇപ്പൊ നിന്നോണ്ട് തമ്പുരാൻ പോയതോടെ എല്ലാവർക്കും നാവുമായി കയ്യുമായി. അവൻ എന്താ പറയാൻ പാടില്ലാത്തേ? കുടിയടപ്പുകാരനല്ലേ? അവന്റെ സൈഡിലല്ലേ എല്ലാരും? ജന്മിക്ക് ആരാ? അതേക്ക് പോ. അതെ, അങ്ങാടിയിലെ വില തിരക്കിട്ട് തന്നെയാ ഞാൻ സംസാരിക്കണേ. അതെ, 1 റുപ്യ 20 പൈസ ഉണ്ട്. 90 പൈസ തന്റെ കണക്കല്ലേ ചങ്ങായി? പിന്നെ 60 മൂട് ജാതിമരം നിപ്പുണ്ട്. എത്ര കായുണ്ടാവുന്ന് പറയാൻ എനിക്കിപ്പോ ഗണിതം വശമില്ല. അത്രക്കൊക്കെ ഉണ്ടാവും. ഒരു പൊടിക്ക് മേലെ ആണെങ്കിലേ ഉള്ളൂ. എനിക്ക് നിർബന്ധമില്ലെന്നേ. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കി വന്ന് നോക്കിയാ മതി. ഇല്ലാണ്ട് വെറുതെ എന്തിനാ വണ്ടിക്കൂലി കളയണേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ തീയതിക്ക് വന്നില്ലാച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറെ ആളെ നോക്കും. ശരി ശരി, ആയിക്കോട്ടെ. കുളിക്കണ്ട, കണക്കും കൂട്ടിയിരുന്നോളൂ. കൊള്ളം ഒന്ന് തണുത്തോട്ടെ. ഇപ്പൊ കൂടി വെയിലിന്റെ ചൂടാറിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്തിരി ശുദ്ധവും വൃത്തിയായിട്ടൊന്ന് കുളിക്കാന്നുള്ളത് എന്റെ കുട്ടിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. കുളിക്കാന്ന് പറഞ്ഞാ ഞാൻ ഇപ്പൊ അല്ലേ കളത്തിൽ ഇങ്ങോട്ട് വന്നുള്ളൂ. അതെന്നെ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞ. ആരാത് ഈ നേരത്ത്? ഋഷിയാ? വന്നൂല്ലോ. ഇനിയിപ്പോ ഉടനെ കുളി നടന്നോലല്ലേ? കിട്ടിയായിരുന്നോ? കിട്ടിയെന്റെ ഇഷ്ടാ. ആ പെരിച്ചാഴിയുടെ അടുത്തുനിന്ന് ഒരു സാധനം റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. തനിക്ക് വേറെ ഒരാളെയും കിട്ടില്ലേ പണിക്ക്? അയാളെ പറഞ്ഞിട്ടെന്താ? ഈ കുന്തരാണ്ട് നിലയിട്ട് ഇപ്പൊ എത്രാമത്തെ തവണ റിപ്പയർ? 8ഓ 9ഓ? ടിപ്പായി. ഇനി ഇവനും കിടന്ന് ഓടിക്കോളൂ. 8-8.5 മാസത്തേക്ക് കണ്ണുടച്ചങ്ങ് ഓടിക്കോളൂ. എന്തിനാ 8 9 ആക്കിക്കൂടെ? ഒരു സംശയം ചോദിച്ചാൽ ഋഷി നീ നേര് പറയൂ. ചേച്ചി ചോദിക്കും. ഈ പൊളി സാധനം ടൗണിലേക്ക് കെട്ടി വലിച്ചോണ്ട് പോണതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും നീ ചാർജ് ചെയ്യുന്നില്ലേ? ചാർജ് ചെയ്യാന്ന് പറഞ്ഞ പൈസ വാങ്ങുക, അതന്നെ. എന്ത് ഹേയ്, കൃത്യമായിട്ട് അങ്ങോട്ട് എണ്ണി വാങ്ങിയിട്ടാ സാറി ഗതാഗതം നടത്തണേ. അങ്ങോട്ട് കൊണ്ടുപോകാൻ 5ഉം തിരിച്ചു കൊണ്ടുതരാൻ 6ഉം. കൃത്യം 11 റുപ്യയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഇവൻ ആരാ മോന്നാ ചെയ്തിട്ട് ധാരണ? അരക്കന്റെ ഉസ്താദാ. 11 റുപ്യക്ക് ചുമടെടുക്കണേ? കഷ്ടം. മൺവെട്ടിക്ക് കൂട്ട് പിക്കാസ്. എങ്ങനെയുണ്ടോ പുതിയ ബിസിനസ് ഒക്കെ? നേട്ടാൻ തോന്നുന്നു. നേട്ടം പറയാണ്ടിരിക്കാ ഭേദം. ചുറ്റുവട്ടത്ത് എവിടെങ്കിലും ഒരു ബൾബ് ഓഫീസായ കടയിൽ കച്ചവടം ഉണ്ടാവും. വയറും കേബിളും മറ്റു മാരണങ്ങളും എല്ലാം വാങ്ങിയ മാതിരി തന്നെ ഉണ്ട്. തുരുമ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. തുരുമ്പിക്കാണ്ടിരിക്കണല്ലേ? അതിനെതിരെ പണിയുണ്ടേ. താനാ റോഡറുമ്പത്ത് സിംഹാസനം പോലത്തെ ഒരു കസേരമേലിരുന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് എനിക്കറിയാം. ഇളനീർ. റോഡേ പോണ പാരലിൽ പരലുകളെ നോക്കിയിരുന്നേ ഇളനീർ. താൻ പറഞ്ഞാലും നേരില്ലാതില്ല എന്റെ ഇഷ്ട. അവിടെ ഇരുന്നാ വല്ല നല്ല കാഴ്ചകളെങ്കിലും കാണാം. അതും അവിടെ കുത്തിയിരിക്കുന്നതിനൊരു കാരണമാ.
ഇവിടെ ഈ കുഗ്രാമത്തിൽ എന്ത് കാണാനാ? കുഴിമ്പ്രം പടിഞ്ഞാറ്റേലെ കുഞ്ഞാന്നും പറഞ്ഞ കുഴിയാനും അതിൽ കഴിയാം. മണ്ണാർത്തടിലെ തമ്പുരാന്റെ മനാന്നും കൊഴിച്ചോണ്ട് താൻ കഴിയണ പോലെ. പിന്നെ ചില ആലോചനകളൊക്കെ വന്ന് മുട്ടിത്തിരുന്ന ടൈമല്ലേ? എന്താ ജോലി എന്ന് ചോദിച്ചാ ടൗണിൽ ബിസിനസ്സാന്ന് പറയാനൊരു പഴുതായല്ലോ. ആനയും കാണാം, അപ്പിയിടാന്ന് പറയണ പോലെ. പക്ഷെ ഇപ്പൊ കേട്ടിടം വെച്ച് കാണല് മാത്രമല്ലെന്നാ തോന്നണേ. അപ്പിയിടല് കഷ്ടിയാ. മഹാലക്ഷ്മി അങ്ങനാ. നേരെ ചങ്ങാതി, ടൗണിൽ ഓരോ ആമ്പിള്ളാര് കാട്ടിക്കൂട്ടണ വിക്രസുകൾ കാണണം. അതോ ഇത്ര പോന്ന കുട്ടികള്? ടൗണിന്റെ കാര്യം എന്തിനാ പറയണേ? താൻ ഈ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് അറിയുന്നില്ല. ഇവിടെ എന്താ പൂരെന്ന കോടികളിരുന്നേ അവറ്റകളുടെ എക്സ്പീരിയൻസ് പറയണ കേൾക്കണം. എക്സ്പീരിയൻസ് ശരിക്കും ഉള്ളത് ഞെട്ടും. നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടത് ഇഷ്ടാ. ചെയ്തോ? ചെയ്യണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തല്ലേ ആ ത്രേസ്യ ജോസിന്റെ വീട്? അയ്യേ, എന്തയ്യേ? അവളാ ഇപ്പൊ നാട്ടിലെ ക്ലിയോപാട്ര, ഇവിടുത്തെ ഇപ്പോഴത്തെ കോലക്കുയിൽ. അതെയോ? അതേന്നെ, നാട്ടിലെ ആൺകുട്ടികൾ മുഴുവൻ അവളുടെ പിന്നാലെയല്ലേ. ഇടയ്ക്ക് അവള് ടൗണിൽ വന്ന് വിലസാറുണ്ടെന്നാ കേക്കണേ. അന്വേഷിച്ച് കാറുകൾ വരലോ, കാറിൽ പോകലോ, എന്തൊക്കെയോ പറഞ്ഞ് കേക്കണുണ്ട്. അയലുകാരി കുട്ടിയല്ലേ, ഒന്നും മുട്ടി നോക്കിക്കടോ. എന്താ നഷ്ടം? നാട്ടില് നാറാൻ പാടില്ല. ഇവിടെ നമുക്ക് രണ്ടാക്കും ഒരു സ്റ്റാറ്റസ് ഉള്ള കളഞ്ഞു വിളിച്ചാ പിന്നെ എവിടെ പോയിട്ടാ നിൽക്കാൻ പറ്റുക? അതൊക്കെ വളരെ കരുതി നിന്നില്ലെങ്കിലേ ആകെ തരാറാവും. ഇക്കണക്കിന് താൻ കോൺസ്റ്റിപ്പേഷൻ പിടിച്ച് ചാവുകയേ ഉള്ളൂ. താനും. അതെ, ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്? ജോസേ, 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നുവെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല, എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറിയും കൂടെ വാങ്ങിക്കളയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. വണ്ടി വർഷാപ്പില്ല. താൻ വണ്ടി എടുക്കണ്ട എന്റെ ഇഷ്ടാ. ജോസേ, ഞാനിപ്പോ വരാട്ടോ. സാർ, ദാ, 20, 22, 23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി. എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് 100 രൂപ കുറവാണ്. എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില തീരുമാനിക്കണം. ഈ കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതോടെ വെച്ചോ. അല്ല, ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞേ. അത് തന്നെ ഞാനും പറയണേ. ആവൂ, എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ. ശരിക്കും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പോടാ. സമ്മതിക്കണം, സമ്മതിക്കണം ചങ്ങായി. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2-3 മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം അല്ലേ?
ഉപ്പിനിയും വേണ ഉപ്പോ ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ടൊന്നും അറിയാലോ. ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ? ഓഹോ, നേരത്തെ ചോദിച്ചല്ലോ. ഓ, ചോദിക്കണായിരിക്കും. വേണ്ടി വരും. അപ്പൊ താൻ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളം അറിയാം നിനക്ക് കന്നാലി. ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ 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 വേണ്ട ജേഷ്ണ. താനൊന്നും മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണം കേൾക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണ്ടെങ്കിൽ ദാ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നാലും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങളും നമുക്ക് വേണ്ട. നീയാ കുടിച്ചോ? ഐസുള്ള നാരങ്ങളും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണമല്ലോ. വാടാ. പോവാ. ഓ, എങ്ങട്ടാ ഇത്? നിങ്ങൾ വരുന്ന ഞാനല്ലേ വിളിക്കണേ. ആ വിട്ടോ. നീയാ വന്നേ? ഓട്ടോ നിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് ഓരോ ഫ്രഷ് ലൈം അടിച്ചിട്ട് ഇറങ്ങാം. പോരാട്ടോ. വാ. അതെ, കയ്യെന്ന് വിടറാ. വാ. ഹലോ. ആരുമില്ല. ഭാഗ്യായി. അറിയണവരാരുമില്ല. നമ്മുടെ സ്ഥലക്കാര് ചില ചെക്കന്മാരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കയറാറുണ്ടേ. ചിലതിനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരാരും കണ്ടാലിപ്പോ എന്താ? കണ്ടാ തീർന്നില്ലേ? പോയില്ലേ മാനം? എങ്ങനെ ഈ മാനം പോണേ? താനും എന്തൊക്കെ വർത്താനേ പറയണേ? ഓരോ ഫ്രഷ് ലൈം കുടിച്ചാൽ മാനം പോവോ? അതെ, ഐസ് ഉണ്ടോ? എന്തിനാണോ മണ്ട നനപ്പിക്കാന്? ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2 ഫ്രഷ് ലൈം ഐസ് ഇട്ട്, സോഡ ഒഴിക്കാതെ 2, പഞ്ചസാര ഇടണ്ട, ഉപ്പ്. അതെ, ഓരോ നാരങ്ങ വീതം പിഴിഞ്ഞോളൂ. നമുക്കൊന്ന് സൂഹിക്കണ്ടോ? സൂഹിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ സൂഹിക്ക? അത് താൻ പറഞ്ഞ നേരാടോ. സുഖിക്കാന്ന് പറഞ്ഞാ പിന്നെ സുഖാവണം അല്ലേ? നമുക്ക് ഒരു ബീറ കാച്ചിയാലോ? ഈ ഉഷ്ടത്ത് നേര് പറഞ്ഞാ കഴിക്കേണ്ടത് ഒരു ബീറ. അത് നേരെ തന്നെ. പക്ഷേ ഇപ്പോ ഇവിടെ അല്ല ഡേവിഡേട്ടാ, കിങ് ഫിഷർ ഉണ്ടാ? ചിൽഡ് ഉണ്ടല്ലോ. 2 ബിയറ്. ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. തുടങ്ങിക്കാട്ടെ. യെസ്. അല്ല ജയകൃഷ്ണ, അപ്പോ താൻ കഴിക്കുമല്ലേ? ഏയ്, വല്ലപ്പോഴും ഇതുപോലെ. എന്താ താൻ പിന്നെ ലാൻഡ് ചെയ്തോ? ഇതാ ഇത് നമ്മുടെ ജേക്കബ്. ഹലോ. ഇത് നമ്മുടെ ഉണ്ണിമാഷ്. ഇത് നമ്മുടെ ബാബു. ഇത് ഈനാശോ. 5-6 ബിയറിങ് എടുക്കടോ ശബി. നോക്കിക്കാണ്ട് നീ കഴിക്കേ. കഴിക്കടാ. കുറഞ്ഞിട്ടാ. എന്തൊക്കെയുണ്ട്? എന്താവാൻ, ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ.
ഇനി വന്നേ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്താ സഞ്ചിയാ? അതില് ഇതെന്താ പടവലങ്ങ? പിന്നെ ആട്ടിന്റെ തലയുണ്ട്. സഞ്ചി താഴെ വെക്കണോ? അവരിപ്പോ കാണിച്ചത് സൂപ്പൊക്കെയാണല്ലേ ഇഷ്ടപ്പെട്ട വാങ്ങിയത്. കഴിയാൻ പറ്റാത്ത അവിടെ ഇരിക്കട്ടെ. ഇത് ബാബു. ഇവന്റെ 3 ബസ്സുകള് നമ്മുടെ ആ റൂട്ടിൽ ഓടുന്നുണ്ട്. ദേവമാതാ. ആ അതിന്റെ ഓണറാവൻ. മൊത്തം 17 വണ്ടിയുണ്ട് ചങ്കുന്റെ ഫാമിലി വകയായിട്ട്. ബാബു ഇത് ഋഷി. ഇവിടെ ഇലക്ട്രിക്കൽ ബിസിനസ്സാ. ഇലക്ട്രിക്കൽ ബിസിനസ്സോ? അതെന്തോട്ട് ബിസിനസ്സാ? എവിടെ? ഇവിടെ അങ്ങാടിയില് ദേവി ഇലക്ട്രിക്കൽസ്. ദേവി ഇലക്ട്രിക്കൽസോ? ദേവിക്ക് ഇലക്ട്രിസിറ്റിയോ? അതെ നമ്മടെ കുട്ടിയാ. നമ്മടെ വീട്ടിന്റെ അടുത്തുള്ള. നീയ വിട്ടേ അവനെ. ആ വിട്ടു. എങ്കിയപ്പ എന്നതിനുള്ള നേരങ്ങളെ അവനെ അങ്ങോട്ട് പൂശ. ആ കഴിഞ്ഞ നാളെ താനെങ്ങനെയാ മുങ്ങിയേ? അത് പറഞ്ഞ അത് തന്നെ എന്റെ ഒരു കഥ. She's a rich girl, she don't try to hide it. Diamonds on the sole of her shoe. He's a poor boy, empty as a pocket, empty as a pocket with nothing to lose. Sing ta-na-na, ta-na-na, she got diamonds on the sole of her shoe. Ta-na-na, diamonds on the sole of her shoe. 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 ജേഷ ജേഷ നമ്മള് ആ മരങ്ങളും കുടിച്ചിട്ടില്ല. അതിന് ബില്ല് പേ ചെയ്യാൻ പാടില്ല. പറ്റില്ല. ഇരിയടോ ഇവിടെ. കുടിച്ചിട്ടില്ല. അപ്പൊ തങ്ങളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ്? പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഇന്നിവന്റെ ആ ഒരു കെട്ടിമാറാപ്പങ്ങ അവസാനിപ്പിച്ചു കൊടുത്തൂടെ? പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ അതിനായിട്ട് പോവായി. എത്തിച്ചാ മതി. കഴിച്ചിട്ടില്ല. പോരാം. നമ്മുടെ കയ്യിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നേ. എവിടെട്ടാ വരാട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഒരു ഓട്ടോറിക്ഷ. മറ്റേതിന്റെ കൊടല വിളി പോവേ. എന്തായാലും തൊയിലും തരില്ലല്ലോ ഷാബി. എന്തൊട്ട് വാള ചങ്ങായി ഇത്. മതിന്ന് മതി. നാരങ്ങാവെള്ളം നമ്മളാ നാരങ്ങാളത്തിന്റെ കാശ് കൊടുത്തില്ല. നീ നിർത്തി പട്ടിച്ച് നാരങ്ങാവെള്ളം കിട്ടിയതല്ലേ. അതെ ആ കൗണ്ടറിയിരിക്കണ ചെക്കൻ നമ്മുടെ നാട്ടുകാരനാണോന്ന് എനിക്ക് സംശയമുണ്ട്. നാട്ടിൽ വെച്ചായിരിക്കുന്നതാ എന്നെ കിട്ടിയോ? എന്താ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കും. എന്തൊട്ട് ഹോട്ടലാണ് എന്നാലേ ഈ ഫ്ലോറ് മുഴുവൻ ഇപ്പൊ നമ്മളെ അറിയോ. എല്ലാ മുറിയും മൊത്തമായിട്ട് പിടിച്ചേക്ക. ഇപ്പൊ പ്രശ്നം ഉണ്ടായാലും ഈ ഹോട്ടലാ ഞാൻ വിലക്ക് വാങ്ങിക്കും. കാണണോ? കാണണൊക്കെ നീ വാടാ. നീ മിണ്ടാ വാടാ. ഇത് പിടിച്ചേ. കളി നീളും. നിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ടാവല്ലോ. മാഷ് പൊയ്ക്കോണം. നമ്മടെ കുട്ടിയാ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ആ വരാട്ടോ. ആ
ആഹാ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടിക്കൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നോ? ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ. കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? ഓ, പുള്ളിക്ക് എല്ലാം കളിയാ. ആ മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാനിവിടെ ഇറങ്ങായി. ആ, അല്ല തങ്ങള് മറ്റേത് പറഞ്ഞ നേരാണോ? ജയകൃഷ്ണന്റെ കാര്യം? മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാ. എന്തിനാ ഞാൻ ആ മനുഷ്യനെ പറ്റി ആണോ പറയണേ? അല്ല, അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞത്? എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. മനസ്സിലായി. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതിയില്ലേ. കൊള്ളാം. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗണല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്നാ? തമ്പുരാൻ പിശുക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും. അതെങ്ങനെയാ? അതങ്ങനെ. മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. ഒറ്റ ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും അവരോട് ചോദിക്കുന്ന കാശ് മൂപ്പര് തന്നെ വന്ന് നേരിട്ട് എണ്ണി കൊടുക്കും. അതൊരൊറ്റയ്ക്കുള്ള രഹസ്യ വരവാ. അപ്പോ ആരെയും കാണാതെ തിരിച്ചു പോയി കളയും. അങ്ങോരുടെ കൈ നമ്മുടെ കാശ് കിടക്കുന്നതിന് ബാങ്കിൽ കിടക്കുന്നേക്കാൾ ഉറപ്പാ. അതുകൊണ്ട് എന്താ, ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലുകള്, മുന്തിയ ബാറുകള്, ടാക്സികള്, ബ്രോക്കർമാര് എല്ലാം പുള്ളിക്ക് എപ്പോഴും ഫ്രീയാ. ഇങ്ങനെ ചെന്നാൽ മാത്രം മതി. നാട്ടിൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ കേട്ടവരെ തല്ലും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോണേ? ഇതന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു എന്നുള്ള മൂപ്പർ എന്നോട് പറഞ്ഞതുകൊണ്ടാ. ശരിക്കും അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. 9 വീടുണ്ടെങ്കിൽ 9 ഗോളത്തിന്റെ 9 ദിക്കില്ല. അമ്മയ്ക്കതറിയാം. അതല്ലേ നമ്മളെ തന്നെ പറഞ്ഞയച്ചത്. തെണ്ടിരാമികളെ രണ്ടും കൂടി പോയി തെണ്ടിക്കോട്ടെ എന്ന് കണക്കാക്കി കാണും. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടാ? ആരായതിപ്പോ? എന്താണ്ടാ ഇത് വേല കാണാൻ നിക്കണ പോലെ? ഈ മണ്ണാർത്തൊടിയിലെ വീട്? ഈ മണ്ണാർത്തൊടി എന്താ സംഗതി? എവിടുന്നാ? ഞങ്ങള് ടൗണിന്നാ. ആ, തോന്നി. എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി, അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ? ആ, അത് തന്നെ. എങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, കണ്ടിട്ടുമുണ്ട്. കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ വഴിയില്ല. പക്ഷേ അന്നത്തെ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. ആ, പിന്നെ മാറാതെ എങ്ങനെ? ആട്ടെ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ. സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു. കഴിഞ്ഞോ? എവിടാ കക്ഷി? പുറത്താ. പുറത്തെന്ന് പറയുമ്പോ? സൗദിയില്. ഓ, അപ്പൊ ആണ്ടിലൊരിക്കലാ കാണല്. ആ, ഇപ്പൊ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കഷ്ടം തന്നെ അല്ലേ? ഞങ്ങള് ഒരു ക്ഷണനത്തിന് വന്നതാ. ക്ഷണനോ? എന്തിന്റെ? ഒരു സപ്തതിക്ക്. സപ്തതി എന്ന് പറയുമ്പോ 70 വയസ്സ് അതല്ലേ? കണ്ടിട്ട് അത്രയ്ക്ക് കൊണ്ട് തോന്നുന്നില്ലല്ലോ രണ്ടാൾക്കും. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് 70. ആരുടെ മുത്തശ്ശി? ഞങ്ങളുടെ രണ്ടാളുടെ. ഇത് രാധ, അച്ഛമ്മയുടെ മോള്, എന്റെ അച്ഛന്റെ അനിയത്തിന്റെ മോള്. ഞാനിപ്പോ ടൗണില് ഇവരുടെ ഒപ്പാ താമസിക്കണേ. എന്നാ ഇതിപ്പോ? 7th. അടുത്ത മാസം. ഈ മാസം ഇനിയിപ്പോ 7th ഇല്ലല്ലോ. ആ, എനിക്ക് വരാൻ പറ്റില്ല. വേണമെന്നില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ ക്ഷണിക്കാൻ വന്നവരാ. മാലിനി ചേച്ചിയും ശ്രീദേവിക്കുട്ടിയും കാർത്തികമ്മയൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും വരാണ്ടിരിക്കില്ല. ആര്? അവരെയൊക്കെ എങ്ങനെ അറിയാൻ തനിക്ക്? അതോ, മാലിനി ചേച്ചിയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് ഇല്ലേ, കുഞ്ഞികൃഷ്ണേട്ടൻ? അതെ. കുഞ്ഞികൃഷ്ണേട്ടന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് KR പാരാത്ത്. KRന്റെ സിസ്റ്ററിനെ കെട്ടിരിക്കുന്നത് രാധയുടെ ഫാദറാ. അതായത് എന്റെ അമ്മയുടെ ചേട്ടൻ ഭാസ്കരൻ മാമ. അപ്പൊ തിരുവാർപ്പത്ത് അവിടെ തന്നെ. ഇപ്പോഴാ ആളെ തിരിഞ്ഞത്.
നിന്റെ ഒരു ചേട്ടനില്ലേ ഈ വാരികയിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കക്ഷി മാധവൻ? ഉണ്ട് അപ്പൊ നീ ഇവിടെ വന്നിട്ടുണ്ട്? ഉണ്ട്, വളരെ പണ്ട്. ഛോ, എന്ത് പെട്ടെന്ന് നീ പണ്ടാരം കയറി വളർന്നത്. ഇവളിവിടെ വരുമ്പോ ഒരു താക്കോലോളം ഉണ്ടായിരുന്നുള്ളൂ. മാധവന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറുമേലിരുന്ന് ഈ പാടവരമ്പത്തൂടെ വരുന്ന കാലത്ത് ഇവൾ ഈ ഗൗളിയുടെ മറ്റും കുഞ്ഞില്ലേ, അത് മാതിരി ഇരുന്നതാ. അപ്പോ വീട്ടിലേക്ക് വരില്ലേ? ആ നോക്കാം. ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാ മതി. ചെന്ന് കയറുന്ന നമ്മുടെ അടയ്ക്കാത്തോട്ടത്തിലാ. അവിടെ എത്തുമ്പോഴേക്ക് വീട് കാണാറാവും. നേരെ നടന്നോ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞ? രാധ. ആ രാധ. പിന്നെ വലിയ പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരെ കയറി എടി അവളെന്നൊക്കെ സംബോധന ചെയ്യുന്നത് എന്താ കുട്ടിയത്? പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വട്ടമോറിന്റെ ഒരു കൾച്ചർ? ഇക്കാ പെൺകുട്ടിയെ ഇഷ്ടായെന്നേ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചേടാ, എന്നാൽ അത് ആ കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കില് എങ്കിൽ ഞാൻ മെല്ലെ രഞ്ജിനിയോട് ചോദിക്കായിരുന്നു. രഞ്ജിനി അവളോട് വശമായിട്ട് തിരക്കാനല്ലോ. എന്തിനാ ഇപ്പൊ അങ്ങനെ വളഞ്ഞിട്ടൊരു മൂക്കേ തൊള്ളേ? എനിക്ക് അവളോട് നേരിട്ടാ പറഞ്ഞൂടെ? ഹൈ, പറഞ്ഞാലെന്താ, ചാടിക്കടിക്കോ? എങ്ങനെ പറയാൻ പറ്റും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ അവരിവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അതൊന്നും എന്റെ മിടുക്കൊന്നും ഇല്ലടാ പൊണ്ണാ. ജസ്റ്റിസ് തമ്പുരാന്റെ മോനെന്നൊരു ഖ്യാതി ഉള്ളതുകൊണ്ടാ. അല്ലാണ്ട് പിന്നെ നിന്നെ കെട്ടാൻ ബുദ്ധിയും പരിഷ്കാരമുള്ളൊരു പെണ്ണ് തയ്യാറാവുന്ന ഒറ്റ ഓടി. ജേഷ, ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ സ്റ്റക്കാ. പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മടെ കോളേജാ. നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ചെല്ല്, ആമ്പിള്ളാരെ സൂക്ഷിച്ചാ മതി. എന്താ ആമ്പിള്ളാര്? ഇരിക്കുന്നങ്ങളെ. തങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന്? അതാണോ? നേര് പറഞ്ഞാൽ ഞാൻ ഇന്നോ നാളെയോ മാഷയുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാണേണ്ട കാര്യമുണ്ട്. ഒന്നുമില്ല, ഒരു പേഴ്സണൽ സംഗതി സംസാരിക്കാനായിട്ട്. അപ്പൊ എന്നാ നിങ്ങളെന്ന് സംസാരിക്കേ. എനിക്ക് കടയിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. എന്റെ പൊന്നിഷ്ട, ദൈവത്തെ വിചാരിച്ച് പുതിയൊരു സെഷൻ തുടങ്ങി വെച്ചാലല്ലേ. തങ്ങളെ മൂപ്പരൊരു തുള്ളിയോടാൻ സമ്മതിക്കരുത് കേട്ടോ. ഒന്നാമതെ കുറച്ച് അപ്സെറ്റ് ആയിരിക്കാം. ആണോ? ഇവൻ വെറുതെ വരട്ടെ. എന്താ തങ്ങൾക്ക് ഇത്ര പേഴ്സണലായിട്ട്? അതൊരു ചെറിയ സഹായം. സഹായോ? തങ്ങൾക്കോ? ഞാനോ? എന്തായി പറയണേ? അതൊക്കെ ഉണ്ട്. എനിക്ക് നമുക്കൊരു ബിയർ പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. വേണ്ട, ഇപ്പൊ മേളത്തിനിടെ സംസാരിക്കേണ്ട വിഷയമല്ല. അതുകൊണ്ടാ ഞാനിങ്ങ് മാഷയുടെ വീട്ടിലേക്ക് വന്നിട്ടായാലും ചർച്ച ചെയ്തളയാൻ തീരുമാനിച്ചത്.
എന്താ തങ്ങളെ ഇത്ര ഗൗരവമായിട്ടൊരു കാര്യം? ഇത് ഒരു പുതിയ കക്ഷി ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ്. ഉമ്മക്ക് ഇവിടെ സ്ഥിര ഇടമുണ്ട്, അവിടെ പോലും സംസാരിക്കാമല്ലോ. ഇവിടേക്ക് ഇരിക്കുമ്പോ വേണ്ടാത്ത ചിന്തയെല്ലാം ഉണ്ടാവും. പിന്നെ ആകെ പൊല്ലാപ്പാകും, കാര്യമായിട്ട് നടക്കൂല. വാ. ഇതന്നെയാന്നാ തോന്നുന്നത്. വായിച്ചു നോക്കി. ക്ലാര? ആ തന്നെ. ക്ലാര ആരാ തങ്ങളെ? ക്ലാര ഫീൽഡിലുള്ള പാർട്ടീസ് വല്ലതാണോ? എങ്കിൽ ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇവക്ക് എന്റെ സെറ്റപ്പിലൂടെ ഈ ഫീൽഡ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. എന്തിന്? ജീവിക്കാൻ വേണ്ടിട്ട് തന്നെ, അല്ലാതെ പിന്നെന്തിന്? അവളെ ചുമതലയോടെ ഇറക്കിക്കൊണ്ടുപോരുന്ന കാര്യം ഞാൻ നേരിട്ട് വന്നിരിക്കുക. അതിനുള്ളൊരു പദ്ധതി ഞാനും അവളുടെ രണ്ടാനമ്മയും കൂടി സംസാരിച്ചിട്ടുമുണ്ട്. അതിനാ ഈ അഡ്രസ്. ഈ അഡ്രസ് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കത്ത് എഴുതുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ മദർ സുപ്പീരിയറിന്റെ വകയായിട്ടൊരു കത്ത്. ആര്? ഞാൻ എഴുതുന്ന? എനിക്ക് ഈ എഴുത്തും വായന അറിയാത്തോണ്ടല്ലേ മാഷെ ബുദ്ധിമുട്ടിക്കണേ. അപ്പോ മദർ സുപ്പീരിയർ എന്താ എഴുതേണ്ടത്? അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഇവളാര്, ഇവക്കാര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാഷും കൂടെ അറിഞ്ഞിരിക്കും. വേണം. തങ്ങൾ എവിടെ വെച്ച് മുട്ടി ഈ കക്ഷിയെ? ശരിക്ക് പറഞ്ഞാൽ കാണുന്ന ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാ, ഈ ടൗണിൽ വെച്ച് തന്നെ. എക്സ്കർഷന് വന്ന ഏതോ പിള്ളേർ ഗ്രൂപ്പിന്റെ ഇടയിൽ വെച്ച്. അന്നേ ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചതാ. പിന്നെ കഴിഞ്ഞ ആഴ്ച അത് വശാ കണ്ടതാ. നമ്മുടെ ഈ ലോകം ചുറ്റലിനിടയിൽ ഒരു ബോട്ടി വെച്ച്. ഞാനൊരു പൊടി വയസ്സനായതുകൊണ്ട് കുശലം ചോദിച്ചാലും ആർക്കും ഒന്നും തോന്നുകയല്ലോ. അങ്ങനെ കയറി മുട്ടി. മുട്ടിയിട്ട്? തള്ളയില്ല, ചത്തുപോയി. തന്തയുണ്ട്. പഠിപ്പ്? പ്രീ ഡിഗ്രി പഠിച്ച് തോറ്റു നിൽക്കുക. തന്ത ഭയങ്കര വെള്ളമാ, ആൽക്കഹോളിക്കാ. അപ്പോ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വീട്ടില്. രണ്ടാം തള്ളയുണ്ട്. അവരുടെ പിള്ളേരേ ഉള്ളൂ നമ്മുടെ പെണ്ണിന് കൂടപ്പിറപ്പുകളായിട്ട്. തങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. രണ്ടാനമ്മയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട്? അവരെപ്പോ എന്നെ പോലെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന പോലെയാ. കുറെ കാലം കൊണ്ട് ആലോചിച്ച് ക്ലാരയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവരൊരു പദ്ധതി പോലും കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു. കൊച്ചിനെ മടത്തി ചേർക്കുക. അതിന് തന്തയുടെ ആശീർവാദം വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങേര് വഴി മരിച്ചുപോയ തള്ളയുടെ ഒരു സഹോദരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കത്ത്. മടത്തി എന്നുള്ള കത്ത്. അത് കിട്ടിയ അവൾക്ക് പുറത്തിയാടാം. കുറെ കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് പോവണ്ട. അത് അയപ്പിക്കാമെന്ന് ഏറ്റിട്ട് പോന്നിരിക്കുക ഞാൻ. ഈ മദർ സുപ്പീരിയർ എഴുതുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ തങ്ങളെ. അതൊക്കെ ഒരു ചടങ്ങല്ലേ. അങ്ങ് എഴുതിയാ മതി, ഒത്തു വന്നോളും. അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ലെറ്റർ ഹെഡും ഒക്കെ വേണ്ടേ? അതിനാണോ പാട്? ഒന്നും ഒത്തില്ലെങ്കിൽ ഒന്നങ്ങ് അച്ചടിപ്പിച്ചാ പോരെ. അതൊക്കെയായിട്ട് ഞാൻ കാലത്തങ്ങ് വീട്ടിൽ വരാം. മാഷ് പോയിരുന്ന് കത്തൊരെണ്ണം കാര്യമായിട്ട് കാച്ചിയരെ. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്ന് നാരങ്ങാ വെള്ളം കുടിക്കാതെ സ്ഥലം വിട്. വേണേ ഞാൻ തന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാം. വാ. എന്നാലും നീ എങ്ങനെ അറുത്തു മുറിച്ച് പറഞ്ഞളയണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ തോന്നിയാസനും ഇല്ല അതിലൊക്കെ. പിസ്ക്കെന്ന് മാത്രല്ല നാണവും ഇല്ല. അങ്ങനെ അങ്ങ് ഒഴിച്ചുവിട്ടോണ്ട് ഇനിയിപ്പോ ശല്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും മൂപ്പര് വന്നോണ്ട് കോളേജിൽ ആമ്പിളർക്കൊരു നേട്ടം ഉണ്ടായി. എന്നെ വിളിക്കാൻ ഒരു പേര് കിട്ടി. പേരുറച്ചോ? വിളിച്ചു തുടങ്ങി. എന്താ വിളിക്കണേ? അങ്ങനെ തന്നെയാ? ആ മണ്ണാർത്തോടിയിലെ ജയകൃഷ്ണൻ നിന്നെ ഇന്നലെ കോളേജ് വന്ന് കണ്ടായിരുന്നോ? ഏട്ടനോട് കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ബ്രദർ വിളിച്ചു പറഞ്ഞു. ഓ, അതിനു മുമ്പ് ന്യൂസ് ആയോ? രാഘവനും വരും. ഇനിയിപ്പോ എന്തൊക്കെയാണാവോ കഥകള്. ശനിയെ പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോരാ പോയി. എന്തോ വീട്ടുവർത്താനോ പറഞ്ഞ് പ്രാന്തനെ പോലെ. അത്ര തന്നെ. അവൻ അറിയാതിരിക്കണമല്ലോ നീ എന്റെ അനിയത്തിയാണെന്ന്. അറിയാൽ അപ്പൊ തന്നെ അതിനറിയിച്ചേക്കണം. ഇനി എന്താ അപ്രോച്ചാ? അയാൾ ഇനി ആ വഴിക്ക് വരില്ല. ശരിക്കും വളറിയിട്ടാ പോയിരിക്കണേ ചങ്കു.
മൂപ്പരിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇതേ ഡയലോഗും പറഞ്ഞ് നടക്കായിരിക്കും. ആയിരിക്കില്ല. അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് ആ മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? അതുകൊണ്ടാ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ചെറിയ മൂവ് ഉണ്ടായാൽ പോലും വിവരം എന്നെ അറിയിച്ചോണ്ടെന്ന്. മനസ്സിലായോ? ആ, പോയിക്കോളൂ. മനസ്സിലായില്ല. ജയകൃഷ്ണൻ മണ്ണാറത്തൊടി. ഇതന്നെ മോനുണ്ടല്ലോ, വിളിക്കാം. കേറിയിരിക്ക. എവിടുന്ന് വരണാവോ? അങ്ങനെയില്ല, ഇവിടെ വന്നപ്പോ. അല്ല, ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഈ ഭാഗത്ത് അധികം അങ്ങനെ വന്നിട്ടില്ല. മാഷേ, അയ്യോ മാഷ എന്താ ഈ വഴിക്ക്? അമ്മയ്ക്കറിയില്ലേ കുരുക്കള് മാഷ്? എന്നെ 4 5 പഠിപ്പിച്ചുള്ള മാഷ കുരുക്കള് മാഷേ. എത്ര കാലം മാഷ ഒന്ന് കണ്ടിട്ട്. ഇതെന്താ ഇപ്പൊ ഈ വഴിക്കൊക്കെ ഒന്ന് വരാൻ തോന്നാൻ? മാഷ് കയറിയിരിക്കുക. വരൂ. ഇരിക്കടോ, ഇരിക്കാൻ. മാഷക്കിപ്പൊ കുടിക്കാൻ കാപ്പിയോ ഹോർലിക്സോ ഒന്നും വേണമെന്നില്ല. അത് പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെങ്ങനെ? ചായ? ഓ, മാഷിപ്പോഴും ചായ ഇരിക്കില്ലല്ലോ. എന്താ ഓർമ്മ, പണ്ടും ഇങ്ങനെ തന്നെയാ. വാശിയും അന്നത്തെ മാതിരി തന്നെയാ. മാഷ്ക്ക് തൽക്കാലം നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കൊടുക്കാം. എന്താ അല്ലേ മാഷേ? അതെ, അത് മതി. കരിക്കുമ്പള്ള ആയാലോ? വേണ്ട, നാരങ്ങാവെള്ളം തന്നെ മതി. മറ്റേ കുട്ടി വന്നു. അതെ, ക്ലാര. അമ്മ, അവിടെ ഇത്തിരി അവലുണ്ടോ നനച്ചെടുക്കാൻ? ഉണ്ടല്ലോ. എങ്കിലും നനച്ച് ഇത്തിരി കദളിപ്പഴം അരിഞ്ഞിട്ട് ശരിയാക്കി കൊണ്ടുവരൂ. മാഷക്ക് നല്ല വിശപ്പുണ്ട്. അമ്മയുടെ മുമ്പിൽ മൂപ്പര് വെറുതെ മേനി പറഞ്ഞതാ. ഞാൻ എന്താ മാഷ ഈ പറമ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരാം. കൂടെ ആ രണ്ടാനമ്മയുണ്ട്. എനിക്ക് വേണ്ടി മാഷ് ഒരു സഹായം കൂടെ ചെയ്തു തരണം. ആ കുട്ടിയുടെ മനസ്സൊന്ന് അറിഞ്ഞു തരണം. ഞാൻ എങ്ങനെ? എനിക്ക് ഈ കാര്യത്തിൽ മാഷെ അല്ലാതെ വേറൊരാളെ വിശ്വസിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണം. ആ കുട്ടി എന്റെ കയ്യിൽ ഒതുങ്ങിയാൽ വേറൊരൊറ്റ പെൺകുട്ടി ഇല്ലെങ്കിൽ പോലും ഞാൻ രക്ഷപ്പെടും. അവളും രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്നല്ല, ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. പക്ഷെ അതിനു മുമ്പ് അവൾ ഒതുങ്ങാൻ കൂട്ടാക്കുന്നവളാണോ എന്നൊന്നറിയണം. ഒതുങ്ങിയില്ലെങ്കിൽ തങ്ങൾക്കാണോ പാടം ഒതുക്കാൻ? പ്രയാസമാണ്, അവളെ കണ്ടിടത്തോളം പ്രയാസമാണ്. ഇതിലിപ്പോ എനിക്കെന്താ ചെയ്യാൻ പറ്റാന്ന? മാഷൊന്നും ചെയ്യണ്ട. എന്റെ കൂടെ ടൗണിലേക്കൊന്ന് വരിക. വേണ്ടിയൊന്ന് അവർ 2 ദിവസം അവിടെ നിൽക്കുക. ഒരിക്കലും മാഷ എന്തെങ്കിലും പ്രശ്നമാണെന്ന് മറ്റോ അമ്മോട് പറഞ്ഞോളൂ. എന്നിട്ട് അവളുടെ മനസ്സൊന്ന് അറിഞ്ഞു തരിക. എന്ന് പറയുമ്പോ ആദ്യം അറിയേണ്ടത് ഏതെങ്കിലും പണച്ചാക്കുകൾ കയറിയിട്ട് വീട് വാങ്ങിച്ചു കൊടുക്കുകയോ കാറ് വാങ്ങിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താല് നമ്മളെ വിട്ടേച്ച് അവറ്റകളുടെ പിന്നാലെ പോവെന്നുള്ളതാ. പറ്റിയൊരു പണിയേ നമുക്ക്. അതെ,
എന്ത് കോൺട്രാക്ടറാ? കുന്നൂസ് കോൺട്രാക്ടർ. കുന്നൂസ് ആ. പേര് മാറിപ്പോരുത്. കുന്നൂസ് കോൺട്രാക്ടർ. കുന്നൂസ് കോൺട്രാക്ടർ. വന്നാട്ടെ. ഇതാ ഇവിടുത്തെ സൂട്ട് റൂം. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇരുന്നാട്ടെ. കുന്നൂസ് കോൺട്രാക്ടർ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. എവിടെ? ആഹാ, ഇവിടെ നിൽക്കണുണ്ടോ? കുന്നൂസ് മുതലാളി വലിയ തടി കോൺട്രാക്ടറാ. ഓ, ഞാൻ ഇവിടെ നിന്നോളാം. നീ വരൂ. ഇവിടെ വന്ന് ഇരിക്കൂ കുട്ടി. ഇതിപ്പോ സോഡയ്ക്ക് പറയാ അല്ലേ? എന്തത്? ഒന്നുമില്ല. സ്വൽപ്പം ഒരു ഈവനിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവക്ക് പരിഹാസം. അവിടെ അപ്പന്റെ കുടിയുടെ കാര്യം വിട്ടാണോ ഞാൻ സംസാരിക്കുന്നതെന്നുള്ള കുത്ത അല്ലേടി? അല്ല, പേരെന്താ? വാട്സ് യുവർ നെയിം? ശരിക്കുള്ള പേര് ഗ്ലോറി എന്നായിരുന്നു. പക്ഷെ അപ്പനും അമ്മയും ഇവരുടെ അപ്പനും ഒക്കെ എന്നെ വിളിക്കുന്നത് ബിയാട്രിസ് എന്നാ. എല്ലാവരും വിളിച്ചു വിളിച്ച് ഇപ്പൊ പേരങ്ങനായി. എനിക്കും ഇപ്പൊ ആ പേരിനോടാ ഇഷ്ടം. സോഡാപ്പ് എത്തും. പെട്ടി. അപ്പോ ഇളയുന്ന എങ്ങനെയാ? സോഡ വരുന്നവർ ഇരിക്കുകയാണോ? അയ്യോ, ഞാനില്ലേ എന്റെ പള്ളി. അത് 310, ഇത് 311. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഏതായാലും നിങ്ങളുടെ കുട്ടിക്ക് ഭാഗ്യമുണ്ട്. അടി കൊള്ളുകയാണെ മോതിരക്കൈ കൊണ്ട് കൊള്ളണമെന്ന് പറയണ വെറുതെ അല്ല. ആരാ കക്ഷിന്നാ? വലിയ കാശുകാരനാ. അയക്ക് ഇഷ്ടമായ അവളെ പൊന്നുകൊണ്ട് മൂടും. ശരിക്കും. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഓക്കെ. അതെന്താ ഇതേവരെ ഒറ്റ ആളോടും പ്രേമം തോന്നാഞ്ഞത്? പറഞ്ഞ കള്ളമല്ലേ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? അപ്പൊ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതെന്താ കാരണം? അതെനിക്കിപ്പോ എങ്ങനെ അറിയാം? ഞാൻ കണ്ട ചെക്കന്മാർക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല. എനിക്ക് ആ യോഗ്യത ഉണ്ടാവോ? നിങ്ങൾക്ക് എന്തുണ്ടായിട്ടെന്ത്? ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ആളല്ലേ നിങ്ങള്. പിന്നെ ഞാനതിനിടെ കയറിയിട്ട് എന്തിനാ വെറുതെ? ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? ചോദിക്കൂ. ക്ലാരായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്താണോ അതോ? അതെ. അതെന്താ കാരണം? നിങ്ങളിപ്പോ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ. ഇല്ല. കമൻ. ഓർമ്മ വെച്ചപ്പോ മുതല് വഴക്ക.
ജീവിതത്തോട് തന്നെ മടുപ്പായി. അതുകൊണ്ടായിരിക്കും. ആരുമായിട്ടായിരുന്നു വഴക്ക്? ബിയാട്രീസുമായിട്ടാ? അവരോടാ കൂടുതല്. ഞാൻ എന്ത് തൊട്ടാലും അവർ വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. അടിച്ചടിച്ച് ഞാൻ ജയിച്ചു. എന്നാലും ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തായാലും നശിക്കും. എന്നാ പിന്നെ അന്തസ്സായിട്ട് നശിച്ചൂടെ? ആശ തീർത്ത് മരിച്ചൂടെ? ബ്രീഫ് കേസ് തുറന്നില്ലാന്ന് തോന്നുന്നു. ഇതാ വാങ്ങാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. ഒരു സെക്കൻഡ്. നേരായി പറയുന്നേ? അതെ തങ്ങളെ, ആ കുട്ടിയെ ഇതുവരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷി വാസ് എ വിർജിൻ. ഐ നോ. അത്രയ്ക്ക് ഞാനും വിചാരിച്ചില്ല. ആ, അത് മാഷക്ക് വെച്ചിരുന്നു എന്ന് കണക്കാക്കിയാൽ മതി. ഛേ, വേണ്ടിയിരുന്നില്ല. ഹായ്, അതൊരു ഭാഗ്യമായിട്ട് എടുക്കാനുള്ളതിന് പകരം എന്തായത്? അതുപോട്ടെ, ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വല്ല പിടുത്തം കിട്ടിയോ? തിരക്കാഞ്ഞിട്ടോ അതോ അവള് പിടിതരാഞ്ഞിട്ടോ? ഞാൻ ചോദിച്ചില്ല. പിന്നെ അങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണല്ല തങ്ങളെ അവള്. ആ, എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ട് ആ മാഷെ തന്നെ ഞാൻ ജോലി ഏൽപ്പിച്ചത്. എനിക്കും സാധിക്കുന്നു തോന്നില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കെല്ലാം പറയാൻ ഒരൊറ്റ കഥയുണ്ടാവൂ, ഒരു സോപ്പ് സ്റ്റോറി. ഇത് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ തോക്കേയുള്ളൂ. ഒക്കെ ശരിയാവുന്നേ. മാഷ ബ്രീഫ് കേസും തുറന്നേ. കളി ചേഞ്ച് ആവും. ഈ മൂടങ്ങ മാറും. വാ. അല്ല, അത് ചോദിച്ചില്ലല്ലോ. നമ്മൾ തമ്മിൽ പരിചയമായിട്ട് ഇപ്പോ കൊല്ലം 6-7 ആവുന്നില്ലേ? പറയാനാണ് ഒരുപാട് കഥകളും ഉണ്ട്. ഓരോ കഥയിലും ഓരോരുത്തരെ കുടുക്കി രസിച്ച് നടന്നയാള് ഇപ്പൊ ഈ കഥയെ കുടുങ്ങിയോ? ഏയ്, ആ കക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളും ആദ്യമായിട്ട് പടിയെ വിട്ടുകാന്ന് തോന്നണു. അതെ. അപ്പോ നിനക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ പലേഷ്യൽ വീട് മേടിച്ചു തരുന്നു. ഒരു 7-8 രൂപ വില വരുന്ന വീട്. 8 രൂപയുടെ വീടെന്ന് പറയുമ്പോ കാർഡ്ബോർഡിന്റെ ആയിരിക്കും. എടി പൂള്, 8 രൂപ എന്ന് പറഞ്ഞ 8 ലക്ഷം. 8 lakhs. You know? 8 lakhs. ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, TV, VCR, ഗ്യാസ് അടുപ്പ്, സകല സൗകര്യമുള്ളൊരു വീട്. പിന്നെ ഒരു മാരുതി, പച്ച മാരുതി. നിന്നെ പോലുള്ള പെമ്പിള്ളേർക്ക് മാരുതിയാ ബെസ്റ്റ്. മാരുതി മതി. അത് ഓടിക്കാൻ പഠിപ്പിക്കും. പിന്നെ സാറിനെ വാരിയാൻ തോന്നുന്നു. ഒരു ഡ്രോപ്പ് ബിയർ പോലും കുടിക്കാതെ എന്നെ കൊണ്ട് ഈ വിസ്കി മുഴുവൻ കുടിപ്പിച്ചിട്ട് അതുകൊണ്ട് ബലസ് നീയേ എന്റെ കുട്ടി സൂയിക്ക. സൂയിക്കണ്ട, കടപ്പുറത്ത് പോവാം. കടപ്പുറത്തോ? ആ, ഇവിടെ അടുത്താ. ഈ തെങ്ങുതോപ്പ് ക്രോസ് ചെയ്ത കടല, നല്ല ബെസ്റ്റ് കടല്. വാ. അതൊന്നും വേണ്ട, പ്രാന്തൊന്നും കാണിക്കണ്ട. കടപ്പുറത്തിരുന്ന് കാറ്റുള്ളവര് പ്രാന്തുള്ളവരാ. വൈകുന്നേരം കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തില്ല, പാതിരാത്രിയിൽ കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തുണ്ട്. അതാണോ നിയമം? അതെ.
എങ്കിൽ ആ നിയമം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. മണി എന്താ മേത്തിട്ടുണ്ടോ ഒരക്കിയ? കൺട്രാക്ടറെ ഇവിടൊക്കെ എല്ലാരും അറിയുന്നല്ലേ? പിന്നെ ഹോട്ടലുകാരെന്ത് വിചാരിക്കും? ഹോട്ടലുകാരെന്ത് ചോദിച്ചാ എനിക്കെന്താ? ഞാനിപ്പോ വേണ ഈ ഹോട്ടല വിലക്ക് വാങ്ങിക്കും. കാണാനൊക്കെ കാണാനൊക്കെ എന്തൊട്ട് ഹോട്ടലാണ് പടി ഇങ്ങനെ പടി പണിയാ പടി പണിയാ. എന്തിനാ എപ്പോഴും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നീ ക്ലിയർ ആയിട്ടൊരു മറുപടി പറയാത്തോണ്ട് എന്നെ കൊണ്ട് വയ്യ മോലാലിയുടെ വെപ്പാട്ടിയായിട്ടിരിക്കാൻ. എന്താ കഴിഞ്ഞില്ലേ? കാരണം എനിക്കറിയാം എന്നെ വെപ്പാട്ടിയാക്കാൻ ഇപ്പൊ ഒരുപാട് പേര് കാണുമെന്ന്. അത് ആർക്കൊക്കെ തോന്നുന്നു ഞാൻ ആദ്യം ഒരു കണക്കെടുക്കട്ടെ. അങ്ങനെ ആവണമെങ്കിൽ തന്നെ ഒരു തടി കൺട്രാക്ടറുടെ വെപ്പാട്ടിയാവണം. കുറെ കൂടെ കാശ് സൗകര്യമുള്ള ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തിരക്കിക്കൂടെ? എന്താ 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 ഒന്നൂടെ വിളിച്ചേ? ഒന്നൂടെ വിളിച്ചേ? ആർത്തി പഞ്ച. ആ നേരത്ത് രാധ എങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാരെ കാണില്ലായിരുന്നു. ചിലപ്പോ കണ്ടേനെ, പക്ഷെ എന്തായാലും ഇങ്ങനെ കാണില്ലായിരുന്നു. ഇത്രയും കാലവും ഒരു പെണ്ണിനെ കാണാൻ കൂട്ടാക്കാതെ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ഉള്ളിത്തട്ടി മോഹം തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു വെച്ചത്. ഇനിയിപ്പോ ഞാൻ എല്ലാരെയും കാണാൻ തുടങ്ങുമെന്ന ഇപ്പോഴെന്റെ പേടി. അതൊന്നുമില്ല, രാധയായിട്ട് ഒന്നുകൂടെ കാണാം. ഇനി കോളേജിൽ പോയിട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. ഇല്ല, അതൊക്കെ വരും. ഒരു ദിവസം കാണാം രാധ മണ്ണാർത്തോടിയിൽ ഇരിക്കുന്നത് 3-4 ബൊമ്മയ്ക്കും തമ്പ്രാൻ കുഞ്ഞുങ്ങളുമായിട്ട്. അത് കാണാൻ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്. കുറെ കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും. അതാ ഞാൻ. തോന്നി. എന്റെ രണ്ടാമതൊരു വാശി കൂടി ക്ലാര ഇന്ന് തകർത്തു. ഒരു പെൺകുട്ടിയുടെയും നാശത്തിന്റെ തുടക്കം എന്നിലൂടെ ആവരുതേ എന്നെനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെയും വെർജിനിറ്റി ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ച ആ പെൺകുട്ടിയാവും പിന്നെ അങ്ങോട്ട് അന്ത്യം വരയ്ക്ക് എന്റെ ഒപ്പം ഉണ്ടാവുക എന്നും ഞാൻ ഒരു ശപഥം എടുത്തിരുന്നു. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം.
എന്നുവെച്ചാ കടലിൽ പോണം. ആ പോവാം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം. വലയില് എന്തെങ്കിലും ഉണ്ടായാ മതിയോ? പോരാ, പിന്നെ ഒരു വള്ളം നിറയെ. ആ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. അതൊന്നും വെറുതെ ഒരു മൂഡിലങ്ങ് പറഞ്ഞല്ല, അറിയാലോ. ഞാനിപ്പോ വരാട്ടോ, എങ്ങും പോണില്ല. മാഷെ അതിനിപ്പോ ചാടിക്കേറി അങ്ങനെ തീരുമാനം എടുക്കണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. കുറെ ദിവസത്തേക്ക് മാഷ് മാത്രമേ അവളെ കാണുന്നുള്ളൂ. കുറെ ദിവസത്തേക്കല്ല തങ്ങളെ, ഇനിയെന്നും. ആദ്യമായിട്ട് ഒരു പെണ്ണോട് ഇഷ്ടം തോന്നി, അതങ്ങനെ അവൾക്ക് പോയി. ആദ്യമായിട്ട് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടു, അവളും പോയാൽ ഞാൻ പിന്നെ ഐ വിൽ റൂയിൻ മൈസെൽഫ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ എനിക്കറിയാം എന്നെ. തങ്ങളെ ഞാൻ തങ്ങളായിട്ടല്ല കാണുന്നത്, എന്റെ ഒരു ചേട്ടനെ പോലെ. തങ്ങളിതിൽ ബിസിനസ് വിചാരിക്കരുത്. എന്ത് നഷ്ടം ഉണ്ടായാലും അത് ഞാൻ നികത്താം. ആ കുട്ടി മണ്ണാറത്തുടയിലേക്ക് വരും. തങ്ങളായിട്ട് അതാ മറ്റേ സ്ത്രീയായി സംസാരിച്ചിട്ട് എന്താ വേണ്ടച്ചാ ചെയ്തു തരണം. ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് തങ്ങൾ അവളുടെ കൈ പിടിച്ച് എന്റെ കൈ വെച്ച് തരണം. എന്താ എന്റെപ്പാ? ഹോട്ടലിൽ നിന്ന് ഒരു ചെക്കൻ വന്ന് പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് ചെല്ലണമെന്ന്. റെയ്ഡാണോ? റെയ്ഡല്ല, വേറെ എന്തോ കുഴപ്പം. ആ സ്ത്രീ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നീ ടാക്സിയിലല്ലേ വന്നത്? ആ. മാഷ് വരണമെന്നില്ല? ഇല്ല, ഞാൻ കൂടെ വരാം. അയ്യോ, എന്റെ കുഞ്ഞു പോയി. എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞ്. നിങ്ങൾ കിടന്ന് ഒച്ച വയ്ക്കാതെ പെണ്ണും പിള്ളേ. അയ്യോ, എന്റെ കുഞ്ഞ് എവിടെ പോയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആർക്കറിയാം. ഞാൻ വന്ന് നോക്കുമ്പോ അവൾ ഇവിടെ ഇല്ല. ഇങ്ങനെ പറയുന്ന സ്വല്പം മുമ്പേ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. ഞാൻ എന്റെ മോളെ ഇന്നലെ കണ്ടതാണേ. പിന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊണ്ട് തരേണ്ടത്. നിങ്ങൾ എന്റെ പെണ്ണിനെ ഏൽപ്പിച്ചത്. ഒച്ച വയ്ക്കരുത്. ഞാൻ ഒച്ച വയ്ക്കും. പോലീസ് വരട്ടെ. എനിക്കറിയണം എന്റെ കുഞ്ഞിനെ എങ്ങോട്ട് മാറ്റിയെന്ന്. ശ്യാമേ, മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. എന്താ ദാമോദര ശരിക്കും ഉണ്ടായത്? ആ പെണ്ണ് സ്ഥലം വിട്ട് കളഞ്ഞാ തങ്ങളെ. നിങ്ങൾ കണ്ടോ പോണത്? കണ്ടു. അതല്ലേ കൗണ്ടറിന്റെ മുന്നിൽ കൂടെ ഗമയില് സാറ് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവളും പോയി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ എന്തോ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും. എങ്ങോട്ടായിരിക്കും അവള് പോയിരിക്കുക? അവളിപ്പോ എവിടെയും എത്തിക്കാണും. പോണതിന് മുമ്പ് കൗണ്ടറിൽ വിളിച്ച് ട്രെയിന്റെ സമയം ചോദിച്ചു. അത് മാനേജർ പറഞ്ഞു. എപ്പോഴാ ട്രെയിനിന്റെ ടൈം? ട്രെയിനൊക്കെ രാവിലെ പോയില്ലേ. അവൾ ഇറങ്ങുന്ന വണ്ടിയുടെ ടൈമിനാ.
നിങ്ങൾ ഈ പറയുന്ന നേരാണോ? ഏത് കോടതിയിൽ വേണേലും ഞാൻ വന്ന് പറയാം. എന്താ പോരെ ചേട്ടത്തിക്ക്? അവൾക്ക് ജീവൻ അപകടമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നേ. എന്റെ പിതാവേ. നിങ്ങളിങ്ങ് വാ, പറയട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പിയാലോ? തപ്പിക്കോ, വിശേഷമൊന്നും ഉണ്ടാവും തോന്നില്ല. ആ പെൺകുട്ടി കള്ളിയാ, എനിക്കത് ആദ്യമേ തോന്നിയത്. എന്നിട്ട് അവൻ എന്റെ അടുത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ടായതിനെ പറ്റി ഒരക്ഷരം മിണ്ടണമല്ലോ. മൂപ്പരാകെ ചളിച്ചിട്ടുണ്ടാവേ. അന്ന് അവൻ എന്നോടൊന്ന് പറയണ്ടായി രാധ ഇഷ്ടായിന്ന്. എന്നുവെച്ച് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കളയുന്ന ആര് കരുതി? പ്രാന്തൻ എന്നോട് പറഞ്ഞപ്പോരായിരുന്നോ? പിന്നീട് കക്ഷി രാധയെപ്പറ്റി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ, അവനായി അവന്റെ പാടായി. കൃഷിയും തേങ്ങയും വെള്ളം തേവലും കൂലിയും പിശുക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുരുവായി പോകും. അവൻ അപ്പോഴാ കഥ മറന്നു കാണും. എന്നാൽ ഇവിടെ ഒരാളുടെ കാര്യം നേരെ മറിച്ച. രാധയുടെയോ? ആ, മൂപ്പരെ പറ്റി അവൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരുന്നു. എന്താന്നിപ്പോ അവൾക്ക് തന്നെ അറിയൂ. ഈ സംഭവത്തിന് ശേഷം ഞാനും മാധവേട്ടനും ജയേഷിനെ പറ്റി അവളോട് കുറെ പറഞ്ഞു കൊടുത്തു. ഏതായാലും പെണ്ണിനിപ്പോ ആകെ ഒരു മനസ്താപ. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല. ഇന്നിവിടെ വന്നാ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അവള്. വരാഞ്ഞപ്പോ ആകെ വിഷമായി കാണും. ഇതെന്താ ഞാനിപ്പോ പറയാ? മാലിൻ ചേച്ചി ഒരു കാര്യം ചെയ്യ, മൂപ്പരോട് വിവരം പറഞ്ഞിട്ട് ജാതകം ഒന്ന് കൊടുത്തേക്ക്. ജാതകം ചേർന്ന ബാക്കി ഞാനേറ്റു. ഭാസ്കരൻ മാമ അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കും. അറിയാല്ല കക്ഷിയെ, അതുകൊണ്ടാ. അങ്ങനെ ഇപ്പൊ കൊടുത്തയക്കാനുള്ളതല്ല എന്റെ ജാതകം. അങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഡാ, ഇത് എല്ലായിടത്തും ഉള്ളൊരു ചടങ്ങല്ലേ, അവര് നോക്കട്ടെ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇങ്ങോട്ട് വാങ്ങിപ്പിച്ച് നമുക്ക് ഇവിടെ നോക്കിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ജാതകം നോക്കാതെ അവൾക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി എന്ന് ഞാനാ പറഞ്ഞെന്ന് അവളോട് നിങ്ങളെന്ന് പറയും. അവൾ ആരാന്ന് വിചാരിച്ചേ? വേണ്ടാത്തൊക്കെ കാണിച്ചു വെച്ചിട്ടു. താനിത് എന്ത് പണിയാൻ ഇഷ്ടം കാണിച്ചു കൂട്ടണേ? അന്ന് അവൾക്ക് ഇഷ്ടമല്ല എന്ന് കേട്ട ഉടനെ നാരങ്ങാവെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഞാനും ഒപ്പം ഉള്ളപ്പോഴാ. അന്നത്തെ വിഷമം ഞാൻ കണ്ടോ? എന്നിട്ടിപ്പോ അവൾക്ക് ഇഷ്ടമെന്നറിയുമ്പോ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ തുടങ്ങാന്ന് വെച്ചാ തനിക്ക് എന്തിന്റെ കുഴപ്പാ?
കുഴപ്പത്തിന്റെ ഒന്നല്ല ഋഷി. ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുക, അതവളോട് പറയുക, അവളതിന് യെസ് എന്നോ നോ എന്നോ തിരിച്ചു തരിക, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള തന്നെയാ. എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ അതൊക്കെ ഒരു 10-20 വയസ്സിന് മുമ്പായിരിക്കണം. എനിക്കതൊക്കെ അന്നത്തെ നഷ്ടങ്ങളാ. ജസ്റ്റിസ് തമ്പുരാന്റെ മകന് തമ്പുരാൻ തീപ്പെടുന്നവരെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ, കൂട്ടത്തിൽ ഇതിനുമൊക്കെ. നമ്മക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാന്ന് വെച്ചാ, ഇപ്പൊ അവൾ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? വേണ്ട ഋഷി, ഇപ്പൊ അവൾ എന്റെ മനസ്സിലേ ഇല്ല. വീണ്ടും ഒരിക്കൽ ജാതകത്ത് നോക്കാനും ചേരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു മനപ്രയാസത്തിനും. എന്തിനാ വീണ്ടും ഒരു സ്വൈരക്കേട്? ഞാനാ ഇപ്പൊ ഇതീ കുടുങ്ങിയത്. അവള് പറയുന്നത് അവൾക്കും ജാതകം നോക്കണ്ടെന്നാ. ആ വിവരം ജയേഷിനോട് പറയുന്ന ജോലി മാധവേട്ടനെ ഏൽപ്പിക്കണമെന്നാ. അപ്പൊ ശരിക്കും കുടുങ്ങിയിരിക്കുന്നത് നീയല്ല, ഞാനാ. ഇതെന്താ ഇവൾക്ക് ഇപ്പൊ ഇങ്ങനൊരു വാശി വരാൻ? പ്രധാന കാരണക്കാരൻ മാധവേട്ടൻ തന്നെയാ. നോക്കണ്ട, മാധവേട്ടൻ തന്നെയാ അയാളെപ്പറ്റി അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തോ ആക്കി വെച്ചത്. ഞാൻ എന്ത് പറഞ്ഞു? അയാൾക്ക് ഈ ടൗണിൽ അയാളുടേതായ ഒരു അണ്ടർവേൾഡ് ഉണ്ട്. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. അതെ, ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ പ്രതീക്ഷിച്ചു? അവളും പ്രൊവക്കേഷൻ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോ മുതല് അവള് ജയകൃഷ്ണനെ പറ്റി തിരക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനിടയിലും കോളേജിലെ പഴയ സ്റ്റാഫിനോടും പിന്നെ ഈ എന്നോടും. ആ ബസ് ഓണർ ബാബുവിന്റെ നീസൊക്കെ അവളുടെ ക്ലാസ്സിലാണേ. തിരക്കി ചെന്നപ്പോ ഒരുപിടി കഥകള്, അങ്ങോരുടെ നൈറ്റ് ട്രിപ്പുകള്, ഗുരുവായൂർ പോക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടല്, ധാരാളിത്തം, മറ്റുള്ളവരെ വട്ടത്തിലാക്കല്. അതും അവള് കണ്ട മുഖമായിട്ട് ഒരു പൊരുത്തമില്ലെന്ന് കണ്ടപ്പോ മുതല് പെണ്ണിന് ക്യൂരിയോസിറ്റിയായി. അവള് പറയണത് ഇത് രണ്ടും അല്ലാത്തൊരു മുഖം ജയകൃഷ്ണൻ ഉണ്ടാവുന്ന. ഇത് എന്താ ഈ കുട്ടിക്ക്? ജാതകം നോക്കാതെ ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ചെന്നാ മതിയെന്ന് ജയകൃഷ്ണൻ പറഞ്ഞേച്ചില്ലേ. ആ സ്റ്റേറ്റ്മെന്റ് മൂപ്പത്തി ഇപ്പൊ അങ്ങോരെ കുറിച്ച് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹീറോ ഇമേജിന് പാകം. അല്ല, ഇനിയിപ്പൊ അങ്ങോരും ഒക്കെ പറഞ്ഞാലും അച്ഛനെ ഇതെങ്ങനെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പരിചയത്തിലോ കേട്ടറിവിലോ എവിടെയെങ്കിലും ഒരു കല്യാണം നടന്നിപ്പോ അതൊന്നും തലേ കയറുന്ന മട്ടല്ല. അല്ല മാധവ, അന്നെന്തോ ഒരു മൂഡില് കോളേജിൽ നിന്ന് കയറി ഒരു വിഡ്ഢിവേഷം കെട്ടിയെന്ന് വെച്ചിട്ട്. അത് താൻ എന്റെ അടുത്ത് പറയണ്ട. തന്നെ ഞാൻ കോളേജിൽ നിന്നേ കാണുന്നതാ. ഒരുപാട് കളികളിൽ ചുറ്റപ്പെടുന്ന കിടക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടുള്ള തന്റെ ആദ്യത്തെ അപ്രോച്ച് ആയിരിക്കുമെന്ന് എനിക്കുറപ്പാ. അത് ഞാൻ രാധയോടും പറഞ്ഞു. പക്ഷേ അന്നത് ചോദിക്കുമ്പോഴുള്ള എന്റെ മൂഡും ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയും. താനൊരു കാര്യം ചെയ്യേ, നേരിട്ട് അവളെ വിളിച്ച് സംസാരിക്കുക. അതാവില്ലേ നല്ലത്, എന്നെ ഇതിന്റെ ഇടയിലിട്ട് ചുറ്റി കളിപ്പിക്കുന്നതിനേക്കാൾ. തനിക്ക് വീട്ടിൽ വന്ന ആളെ വിളിച്ച് സംസാരിക്കാലോ. അയ്യോ, ഞാനില്ല. ഇത്രയൊക്കെ സ്ഥിതിക്ക് അതിന് ആലോചിക്കാനേ പറ്റില്ല. പിന്നെ ഇപ്പൊ എവിടെയാ? ആ, എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവള് വടക്കുന്നാഥന്റെ അമ്പലത്തിൽ തൊഴാൻ പോകും. ആദ്യകാലത്ത് ഒരു ദിവസത്തേക്ക് ഒരു ഇത്തിരി ഭക്തിയൊക്കെ ആയിക്കോട്ടടോ. അന്ന് കോളേജിൽ വന്ന് അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അങ്ങേ അറ്റത്തെ സെൻസാറ്റ് കൂടിയാ ഞാനത് ചെയ്തത്. വെറുതെ ഒരു അമ്പരപ്പ് വന്നിട്ട് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറാമെന്ന് മറ്റോ ഒരു കുസൃതി തോന്നിയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിരുന്നേ ഉള്ളൂ. അതിനെന്താ, അതന്നെ എനിക്കിഷ്ടായത് ഇപ്പൊ ഓർക്കുമ്പോ. പക്ഷേ അന്ന് എനിക്കത് ചോദിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു. സമ്മതമാണെന്ന് മറ്റോ സൂചന തോന്നുന്ന തരത്തിൽ ഒന്ന് മൂളിയിരുന്നെങ്കിൽ അന്നേരത്തെ ആ പ്രാന്തിന് ചിലപ്പോ നേരെ വിളിച്ചുകൊണ്ടുപോയി മാലേഡിയിലും റേസ് ട്രാക്കിലും പോലും കഴിച്ചു കളഞ്ഞേനെ. അന്ന് ഐ വാസ് ടോട്ടലി ഫ്രീ, ഐ വാസ് പ്രിപ്പയർഡ്. എന്റെ മനസ്സിലാകെ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്ത്. ഇന്നിപ്പോ അങ്ങനെയല്ല. വേറൊരു സ്വൈരക്കേടിനെ പറ്റി അന്നെന്നോട് രാധ പറയുണ്ടായില്ലേ. കുട്ടിയുടെ നാവുമ്മല് വെള്ളി. അങ്ങനെ തന്നെ സംഭവിച്ചു. ആരാന്ന് ചോദിച്ചാൽ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി. എങ്ങോട്ടാ പോയെന്നും അറിയില്ല. ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയങ്ങ് പോയിക്കോട്ടെ. അങ്ങനെയല്ല കുട്ടി. ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈ കൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു. തെറ്റിലേക്കുള്ള ഒരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു.
കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട്. ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത്, അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് അവൾക്ക് എങ്ങനെ സാധിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. ബിയാട്രിസ് പിന്നെ എങ്ങനെ പോയി? അവരെ തങ്ങളും ആന്റപ്പനും കൂടെ കുറച്ച് കാശും കൊടുത്ത് പറഞ്ഞയച്ചു. അവര് നാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാര മടത്തി ചേർന്നെന്ന്. അന്ന് തിരിച്ചു ചെല്ലുമ്പോ ക്ലാര സമ്മതിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ മാരേജ് നടക്കുമായിരുന്നോ? ദോ ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. പിന്നെ എന്തിനേ ആ കുട്ടി പോയിക്കളഞ്ഞത്? പാവം. പക്ഷെ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്തയിടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. ഇപ്പൊ ഈ കണ്ട ക്ലാര ആയിരിക്കില്ല. ഒരിക്കലും ആവില്ല, അതെനിക്കറിയാം. അത് മനസ്സിലുറച്ചു കഴിഞ്ഞാ ജയേട്ടൻ പിന്നെ ക്ലാരെ കാണില്ല, കാണാൻ പോവില്ല. നേരോ? അങ്ങനെയാവുള്ളൂ, നോയിക്കോ. എനിക്കറിയാം എന്നെ എന്തിനാണ് ആ കായലോരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ വേനക്കുട്ടി, ഈ വിദ്യ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ, അത് വേറെ ആളോട്. താനിങ്ങനെ കിടന്ന് ഒച്ചവെക്കണം എന്തിനാ? തന്നോട് ആ സ്ഥലം ഒന്ന് നോക്കാനേ പറഞ്ഞുള്ളൂ. എനിക്കത് വേണമെങ്കിലല്ലേ ഞാൻ ഒന്ന് നോക്കണ്ട. അതൊന്ന് കണ്ടല്ലേ അറിയോ വേണോ വേണ്ടെന്ന്. നിങ്ങൾ പോയി നോക്കി, ഇഷ്ടാഴ്ച മാത്രം പറഞ്ഞപ്പോ കാണണ്ട, അത് കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമില്ല. എന്താ, വെള്ളം പൊങ്ങുമ്പോ ഞാനും എന്റെ കുട്ടികളും കായലിൽ മുങ്ങിച്ചത്തോട്ടെന്നാണോ? അതിപ്പോ നടക്കില്ല. താന് എന്തൊക്കെ മനുഷ്യൻ എന്റെ രാമനുണ്ണിയാരെ ദേഹോദ്രോൽപ്പിക്കാനുള്ള ഭാവം താനിത്. എന്നെ ഇവിടുന്ന് ഓടിച്ചു കളയാമെന്നോ അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്നോ ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മോഹമായിട്ടിരിക്കുള്ളൂ. എന്താ അവിടെ? മതി. ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ ആ കായലോരത്തുള്ള സ്ഥലവും നോക്കി വരാൻ പറഞ്ഞേനാ. എന്തിനാ സ്ഥലം നോക്കണേ? ഞാൻ എന്റെ സർവേരാ നാട്ടിൽ കണ്ട സ്ഥലമൊക്കെ അടുത്ത് കാണാൻ. സർവരായിട്ടൊന്നുമല്ല, തനിക്ക് ആ സ്ഥലം പിടിച്ചാൽ തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ. അത് തന്നെ ഞാൻ പറഞ്ഞേ, എനിക്ക് പൊടുന്ന് കെട്ടിയെടുക്കാൻ മനസ്സില്ലാന്ന്. പാവപ്പെട്ടവരാണെന്ന് വെച്ചിട്ട് ആർക്കും എന്തു ആയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടാണേ. പട്ടാ പകല് പിടിച്ച് കായലിൽ തള്ളാൻ വരുമെന്ന് വെച്ചാൽ പിന്നെ എന്തായി നാട്ടിൽ നടന്നാത്തത്? ഒച്ച വെച്ച നായ കായലല്ല തൂക്കി ഞാൻ കടലെറി. എവിടെ എവിടെ വാക്കത്തി എവിടെ? എന്താ നിനക്ക് അവരോട് സംസാരിക്കാൻ പോണ്ട കാര്യം? അരിഞ്ഞല്ലാക്കനെ ഇവിടെ ഇങ്ങടെ ഈ സെറ്റപ്പിൽ നിർത്തിയിട്ട് ഞാൻ അരിഞ്ഞിടും. മണ്ണാർത്തൊടിക്ക് കാവലായിട്ട് 5-6 പ്രേതങ്ങൾ കിടക്കട്ടെ. താങ്കൾ തൊള്ളോ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പിടിക്കും. നിങ്ങൾ അരിഞ്ഞ് തള്ളി ഇവിടെ ഈ മണ്ണിൽ കൂടെ കെട്ടി ഇത്രയും കാലം ജീവിച്ചു. ഇനി ഈ മണ്ണ് വിട്ട് മറ്റൊരു മണ്ണിൽ കൂടി കിട്ടാ എന്നെ കിട്ടില്ല. അതിന് മേനാൻകുട്ടി കൂട്ടിയ കൂടുതലിട്ടാ. നീ എന്താ അവിടെ കാട്ടണേ? നീ വന്നേ, നീ അവിടെ പോയി ചാലുകറിയേ, ഇവിടെ കിടന്ന് കളിക്കാതെ.
ആ തനിക്ക് വേണമെങ്കിൽ പോയി കാണണം, വേണ്ടെങ്കിൽ പോയി കാണണ്ട. ഏതായാലും ഈ പരീക്ഷ എടുത്ത സമയത്ത് ഇതും പറഞ്ഞ് രാധ അപ്സെറ്റ് ആക്കണ്ട. എത്ര മണിക്കാ ട്രെയിൻ പറഞ്ഞേ? വെളുപ്പിന് 3:30. എന്റെ അമ്മോ, നല്ല മഞ്ഞുവാ. ഏതായാലും ഞാൻ പോവാ ഋഷി. അവൾ എന്നെ എക്സ്പെക്ട് ചെയ്യും. ഇല്ലെങ്കിൽ അവൾ എന്തിനാ വെറുതെ ഇപ്പൊ എന്നെ മാത്രം ഓർത്ത്? ഇതായിപ്പോ വേറെ പലർക്കുമായിട്ട് ഇങ്ങനെ പല ടൈമും ഡേറ്റും ഒക്കെ അവള് മുറിച്ചു കൊടുത്തിരിക്കുകയായിരിക്കും. തനിക്ക് കിട്ടിയ എളുപ്പങ്ങല. ആയിക്കോട്ടെ, ഏതായാലും വെളുപ്പിനാ നേരം അവൾ എനിക്ക് തന്നിരിക്കുക. അവൾ എന്നെ സ്റ്റേഷനിൽ നോക്കും. ആ നേരത്ത് ഞാനിവിടെ ഉണ്ടാവണം. ఏంటి ఎందుకలా చూస్తావు? చచ్చే పొద్దున నడుస్తా అనుకుంటే అది కూడా వీళ్ళు పడనివారు ఈ మనుషులు. ఆహా, అసలు ఒక ఆడదాంతో ఎలా ప్రవర్తించారో ఎప్పుడు చేసుకుంటారు? ఏయ్యా, నీకు అమ్మ అక్క చెల్లెల్లేరా? రాండాని ఈ దేశం మరి పాడైపోయింది. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാനൊരു ആന്ധ്രാക്കാരിയായിരുന്നു, ഗുൾത്തി. തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും പറയാൻ അറിയാത്തൊരു ജമുന റാണി. അതിന്റെ ഹാങ് ഓവറാ. ഇനിയിപ്പോ നേരെ ആയിക്കോളും. ടെലഗ്രാം കിട്ടിയോ? ഇതെന്ത് ചോദ്യം? ടെലഗ്രാം കിട്ടാതെ ഞാൻ ഈ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പോണം മാഷേ. ഇത് കേട്ടാ തോന്നും പതിവായിട്ട് പ്ലാറ്റ്ഫോമിലല്ല കിടക്കുന്നത്. ബാഗ് പിടിസാറേ, വാചടിച്ച് നിൽക്കാതെ. അപ്പോ നമ്മളിപ്പോ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു നിങ്ങൾ പറയേ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നടക്കാൻ പോകുന്നു. ഈ നേരത്തോ? ആ, നമ്മൾ രണ്ടാളില്ലേ? നടക്കാൻ കൊതിയായിട്ടാ. എപ്പോഴും ഈ അടച്ചുമൂടിയ മുറികളിലിരുന്ന് മതിയായി. നമുക്ക് നടക്കാൻ കൺട്രാക്ടറെ. വെള്ള കീറുന്നത് വരെയെങ്കിലും നടക്കാം. കാണാവോ ഈ നേരത്ത് ഇതിനെ കൊണ്ട്? എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നാണേലും ജാക്കി ജാക്കിയതാ, ഇന്റർനാഷണൽ ജാക്കി. പിന്നെ സ്ഥലവാസികൾക്ക് 5 മണി വരെ പാതിരാത്രിയുടെ ലൈസൻസ് ഉള്ളതാണ്. ഒന്ന് കളയണം സാറേ. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പോ ചാടിക്കയറി തിന്നുന്നെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ. നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ ഇപ്പൊ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്.
മഠത്തിൽ ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? കൊള്ളാം. നിന്നെ പോലെ മോഹസ്വയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണ് പറയുന്നത്? അതെ, ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ. ജയിൽ പുള്ളികളെ പോലെ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടാൻ പറ്റിയ നന്നായിരുന്നു. അതിപ്പോ ഒരല്പം മുറ്റവും ഇറങ്ങി നിന്നാൽ ഒരിത്തിരി കാറ്റും. മുറികൾ എനിക്കിനി വയ്യ. പണ്ട് ജീവിതം മടുത്ത പോലെ ഇപ്പൊ മുറികളും മടുത്തു. ചുവരുകൾ, ചുവരിനുള്ളിലെ ചുവരുകൾ, സൈഡ് റൂമിന്റെ, ബെഡ്റൂമിന്റെ, ബാത്റൂമിന്റെ എല്ലായിടത്തും ചുവരുകൾ. അവിടുന്ന് വിട്ടാൽ ഓടുന്ന ചുവരുകൾ, കാറിന്റെയോ ട്രെയിനിന്റെയോ ചുവരുകൾ. ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടെന്ന് തിരക്കി നോക്കണം. നമുക്കൊരു സൗകര്യം വേണ്ട. മേലേക്ക് നോക്കിയ മേഘങ്ങൾ കാണണം, രാത്രിയും പകലും. അത്രേ വേണ്ടു. ഒരു വീടുണ്ട്, പക്ഷേ ക്ലാര അവിടെ വരുമെന്ന. ആരും താമസമില്ലാത്ത വീടാ. പക്ഷെ അത് ആ തങ്ങളിനെ ഓർമ്മയില്ലേ? സാരമില്ല, പോവാം. പക്ഷേ കഴിയുമെങ്കിൽ അയാളെ കാണാതെ കഴിച്ചാൽ നന്നായിരുന്നു. പേടിയാ? പേടിയല്ല, പക്ഷേ എനിക്കെന്തോ ആ മനുഷ്യനെ കാണാൻ വയ്യ. എത്രയൊക്കെ ആയാലും ഞാൻ അയാളെ ചതിച്ചവളാണല്ലോ. ആളവിടെ ഉണ്ട്. ഒതുക്കിയെടുത്തേ, ഒരു മിനിറ്റ്. ആക്സിഡന്റ് ആയത് നന്നായി. അവൻ അവിടെ പോയിട്ടുള്ളതാ. പിന്നെന്താ, ഒരു സൗകര്യവും ഇല്ല. ആൾവാസം ഇല്ലാതെ കിടക്കണ ഇടല്ലേ. അത് സാരമില്ല. എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഒന്ന് കൂക്കിയാൽ മതി. താഴെ വീട്ടിൽ നിന്നൊരു ചെക്കൻ വരും, അവൻ വാങ്ങിച്ചോണ്ട് തരും. ഒരു 1-2 ദിവസം അവിടെ ഉണ്ടാവില്ലേ? അറിയില്ല. അത്ഭുതം തോന്നുക. അന്ന് ഞാൻ നേരിട്ട് വന്ന് കയറേണ്ട ഇടമാണിത്. അത്തവണ ഇവിടം ഒഴിവാക്കി ഞാൻ ഓടിപ്പോയി, വലിയൊരു മിടുക്ക് പോലെ. ഇന്നിപ്പോ താക്കോൽ എരന്ന് വാങ്ങി ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. എന്താ അത്? നേരത്തെയും കേട്ടു. ഭ്രാന്തന്റെ നിലവിളി. അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിലൊരു ഭ്രാന്തൻ കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ചെക്കനാ പറഞ്ഞ് ആമത്തി കിടന്നു പറഞ്ഞിട്ട് കാലിൽ വ്രണായി. അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ. എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്. എന്തിനാ എന്നെപ്പറ്റി ആ കുട്ടിയോട് പറയാൻ പോയത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയാൻ എനിക്കാകെ ഈ ഒരു കഥയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് വെറുതെ ഒരു മനപ്രയാസത്തിന്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ
ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. അതെ, ഇവിടെ ഒക്കെ തണുത്തിട്ടുണ്ടാവും. ആഹാ, എങ്ങനെയുണ്ട്? കുറച്ച് തണുത്തന്നേ ഉള്ളൂ, എന്നാലും നല്ല എരിവ്. ദൂരം ഉണ്ടേ, അവിടുന്ന് ഞാൻ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം ആവുവേ. പിന്നെങ്ങനെയാ തണുക്കാണ്ടിരിക്ക? ഞാൻ വരാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും. മറക്കുമായിരിക്കും അല്ലേ? പിന്നെ മറക്കാതെ. പക്ഷെ എനിക്ക് മറക്കണ്ട. വരുന്ന വഴിക്ക് വെറുതെ ആലോചിച്ചു, ഇത്തവണ അന്നത്തെ പോലെ ക്ലാരയെ ഞാൻ കെട്ടട്ടെ എന്നൊരു ചോദ്യം വന്നാൽ ഞാൻ എന്തു ചെയ്യുന്നു? പക്ഷെ എനിക്ക് തന്നെ തോന്നി ആ ചോദ്യം ഇനി വരില്ലെന്ന്. വന്നിരുന്നെങ്കിൽ? വന്നില്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്തവണ നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചത് രാധയെക്കുറിച്ചാ. നന്നായി. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടുകയെന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ, നല്ല കുട്ടികൾക്കേ കിട്ടൂ. ക്ലാരയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ. ആദ്യമായിട്ടും അവസാനമായിട്ടും. HK ലാൽവാനി, ബോംബെ. ആരേത്? ഒരു മാർവാടി പയ്യനാ. പുള്ളി ആദ്യം മീറ്റ് ചെയ്ത ഉടനെ എന്നെ കല്യാണം കഴിക്കാൻ തിരക്കൂട്ടിയ ആളാ, നമ്മളെപ്പോലെ. എന്നിട്ടെന്താ, പയ്യൻ അവന്റെ അച്ഛൻ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കാലായി. ഈ വെരി നൈസ് മാൻ. സ്ഥിരം ഫ്രണ്ടാ എന്ന് പറഞ്ഞൂടാ. മൂപ്പർക്കും ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിഡോവർ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കളവനാ? മോനെ കടിക്കൺട്രാക്ടറെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ തിരക്കുന്നത്? ഓർക്കുന്നത് അതല്ലേ, ഇത്തവണ മാത്ര മഴ പെയ്യാഞ്ഞത്. അതിന്റെ അർത്ഥം ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കാണുന്നുണ്ടാവില്ല എന്നായിരിക്കും. അല്ല. എന്തിനാ ഇനി നമ്മൾ കാണുന്നേ? എനിക്കും അറിയില്ല, പക്ഷേ ഇനി കാണുന്നില്ല എന്ന് പറഞ്ഞ് പിരിയണ്ട. എന്റെ ഈ വരവ് രാധയ്ക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല. രാധ അറിയരുത് നമ്മൾ തമ്മിൽ കണ്ടത്. ഇല്ല. എങ്കിൽ കാണില്ല എന്ന് പറഞ്ഞ് ഇത്തവണ പിരിയണ്ട. പക്ഷെ എന്നായാലും ഒരിക്കൽ നമ്മൾ പിരിയേണ്ടവരാണ്. എങ്ങനെ അറിയാം? എനിക്കറിയാം. രാധ മണ്ണാറത്തൊടിയിൽ വരുന്ന ദിവസം വരെ മാഷക്ക് ക്ലാരയെ കാണാൻ കിട്ടുള്ളൂ.
എന്നാ പോട്ടെ തടി കൺട്രാക്ടറെ. എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ വിക്രിയകൾ, എന്തൊക്കെ ഉല്ലാസങ്ങൾ. അതിനിടയിലൊക്കെ ചിലപ്പോ ഏതോ 1-2 പെൺകുട്ടികളും വന്നു പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ പഴയ ഞാൻ തന്നെ നിന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു, ക്ലാര വന്നാൽ ഏതായാലും വന്നില്ലേ,